ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലേന്ന് വലിയ പ്രഹരശേഷിയുള്ള ആറ്റം ബോംബാണ് BJP നേതാവും ആലപ്പുഴ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചത്. CPMന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ BJPക്കും ക്ഷീണമുണ്ടാക്കുന്നതാണ്. തൻ്റെ നിലപാട് ആവർത്തിച്ച് വീണ്ടും ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നു. മുതിർന്ന CPM നേതാവ് EP ജയരാജനെ BJPയിലെത്തിക്കാനുള്ള ശ്രമം 90% വിജയിച്ചിരുന്നു. വിജയിക്കാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി കൂടുതൽ പറയുന്നില്ല. കേരളത്തിലെ പ്രഗത്ഭരായ 7ഓളം നേതാക്കളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ കോൺഗ്രസിലെയും CPMലെയും നേതാക്കളുണ്ട്. വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ വെളിപ്പെടുത്തും. പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. ഇനിയും അത് ആവർത്തിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശോഭയുടെ കയ്യിൽ ഇനിയും ബോംബുകളുണ്ടെന്ന് വ്യക്തം. ഇതുപോലെ അവശ്യ ഘട്ടങ്ങളിൽ എടുത്തുപയോഗിക്കുകയും ചെയ്യും. പോളിംഗ് ദിവസം രാവിലെ മുതൽ തന്നെ EP ജയരാജൻ്റെ വിഷയമാണ് സജീവമായി നിൽക്കുന്നത്. ആദ്യ പ്രതികരണം മുഖ്യമന്ത്രിയുടേതായിരുന്നു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി EPയുടെ കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രി വിമർശിച്ചു. എല്ലാവരുമായും നല്ല സൗഹൃദം പുലർത്തുന്ന ആളാണ് EP ജയരാജൻ. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. അത്തരം ആളുകളുമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു. മുമ്പും ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. സംശയനിഴലിലുള്ള ഒരാളുടെ സാന്നിധ്യത്തിലെ കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ദല്ലാർ നന്ദകുമാറിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ നന്ദകുമാറിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനിടെ KPCC പ്രസിഡന്റും കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ K സുധാകരനും പ്രതികരണവുമായി എത്തി. BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ചായ കുടിക്കാൻ വരാൻ ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റ് ചായക്കടയല്ലെന്നാണ് സുധാകരൻ്റെ പരിഹാസം. വീട്ടിലെത്തിയ ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന EPയുടെ പ്രസ്താവനയോട് പിന്നെ രാമകഥയാണോ സംസാരിച്ചതെന്നായിരുന്നു സുധാകരൻ്റെ ചോദ്യം. EP ജയരാജനെ ഒതുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേരത്തെ മുതൽ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയുടെ ഭാഗമായാണ് അദ്ദേഹം അല്പം മാറി നിന്നതെന്നും സുധാകരൻ പറഞ്ഞു. BJP CPM കൂട്ടുകെട്ട് എന്ന ആരോപണത്തിന് UDFന് കിട്ടിയ വലിയ പിടിവള്ളിയാണ് പുതിയ സംഭവവികാസങ്ങൾ. എന്നാൽ കോൺഗ്രസിൽ നിന്നുൾപ്പെടെയുള്ള നേതാക്കൾ BJPയിലേക്ക് വരാൻ ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ BJPക്കും തിരിച്ചടിയാണ്. സാധാരണ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തതാണ് CPM BJP ബാന്ധവം. പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും BJP എന്ന ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെയൊക്കെ അമ്പരപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നതാണ് EP ജയരാജൻ സംഭവം. EP വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലായെന്ന് CPMന് ബോധ്യമായി. അതാണ് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ EPയെ തള്ളിപ്പറഞ്ഞത്. തിരഞ്ഞെടുപ്പിന് ശേഷം CPMൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുണ്ട് EPക്കെതിരായ ആരോപണങ്ങൾക്ക്. വെറും ആരോപണങ്ങളെന്ന് പറഞ്ഞ് കൈകഴുകാൻ പാർട്ടിക്ക് കഴിയില്ല. കാരണം എന്തിനാണ് EP BJP നേതാവായ പ്രകാശ് ജാവദേക്കറെ കണ്ടതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയേ പറ്റൂ. തൃപ്തികരമായൊരു ഉത്തരം നൽകിയില്ലെങ്കിൽ പ്രവർത്തകർക്കുൾപ്പെടെ പാർട്ടിയോട് അവിശ്വാസം ഉണ്ടാകും. അതിനിടെ ജയരാജനെ ന്യായീകരിച്ചും സുധാകരനെ പ്രതിക്കൂട്ടിലാക്കിയും വിവാദ ദല്ലാൾ TP നന്ദകുമാർ രംഗത്തെത്തി. EP ജയരാജനെ സമീപിച്ചത് BJP നേതാവ് പ്രകാശ് ജാവദേക്കറാണെന്നും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ജയരാജൻ വഴങ്ങില്ലെന്നുമായിരുന്നു നന്ദകുമാർ പറഞ്ഞത്. മാത്രമല്ല BJPയെയും പ്രതിക്കൂട്ട് നിർത്തുന്ന വെളിപ്പെടുത്തലും നന്ദകുമാർ നടത്തി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിപ്പിച്ചാൽ ലാവ്ലിൻ കേസ് അടക്കമുള്ളവ പിൻവലിക്കാമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിലെത്താൻ LDFനെ സഹായിക്കാമെന്നും ജാവദേക്കർ EPയോട് പറഞ്ഞു. എന്നാൽ ജയരാജൻ അതിന് സമ്മതിച്ചില്ലെന്നുമാണ് നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. ദല്ലാൽ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലിൽ BJPയെ പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു ഭാഗമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ ലാവ്ലിൻ അടക്കമുള്ള കേസുകൾ പിൻവലിക്കാമെന്ന BJP വാഗ്ദാനം. ലാവ്ലിൻ കേസിൽ എങ്ങനെയാണ് BJPക്ക് സഹായിക്കാനാവുക? ദല്ലാൽ പറയുന്നത് ശരിയാണെങ്കിൽ അന്വേഷണ ഏജൻസികൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്നതല്ലേ? അപ്പോൾ കുഴിയിൽ BJP വീണില്ലേ? മലിനമായ രാഷ്ട്രീയം കൂടുതൽ മലിനമായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയ ആഭിമുഖ്യം കുറവാണെന്ന് പറയാറുണ്ട്. എങ്ങനെ കുറയാതിരിക്കും? ഇതൊക്കെയല്ലേ ജനങ്ങൾ കാണുന്നത്.